ഈവനിങ് മാറ്റിനി ഫിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്, പാട്ടുവിശേഷത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ചയായിട്ട് നമ്മൾ ONVയുടെ പാട്ടുകൾ കൃത്യമായി സ്മരിക്കുകയാണ്, ONVയെ അതിനൊപ്പം. സോ ഇന്ന് നമ്മുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ജോസ് സാറാണ്. അപ്പോൾ തന്നെ ഉഷ മാം, ഷീബ മാം, ലീല മാം. സോ നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ആങ്കറായ ജോസ് സാർ ക്ഷണിക്കുകയാണ്. ജോസ് സാർ, യു ആർ വെൽക്കം. ഓക്കെ, ഗുഡ് ഈവനിങ് ആൾ. നമ്മുടെ പ്രിയങ്കരനായ ONVയെ അനുസ്മരിക്കുന്ന ആ പരിപാടി ഈ ആഴ്ചയിൽ തുടരുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ONVയുടെ മഹത്തരമായ ഗാനങ്ങൾ ആലപിക്കുകയും അതിൻ്റെ ആശയങ്ങൾ പങ്കുവെക്കുകയും അതിൻ്റെ ആ ആനന്ദ നിർവൃതി അനുഭവിക്കുകയും ചെയ്തതാണ്. ഇത്തവണ ഈ ആഴ്ചയിൽ നമ്മൾ അതിനെ തുടരുകയാണ്. ONVയുടെ പ്രിയപ്പെട്ട കുറച്ച് ഗാനങ്ങൾ, ഒരു 5 ഗാനങ്ങൾ കൂടി ഈ ആഴ്ച ചർച്ച ചെയ്യുകയാണ് നമ്മൾ, അല്ലെങ്കിൽ അത് ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു പരിപാടിയിലേക്ക്, ആ മഹത്തരമായ പരിപാടിയിലേക്ക് ഏവരെയും വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ല. എല്ലാവരെയും അത് ആസ്വദിക്കുവാനും ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് പരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ONVയുടെ നമ്മൾക്ക് പ്രിയപ്പെട്ട, എല്ലാവർക്കും പ്രിയപ്പെട്ട, ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന എന്ന് തുടങ്ങുന്ന ആ ഗാനമാണ്. ആ ഗാനത്തോടുകൂടി നമ്മൾ ഇന്നത്തെ ഈ സന്ധ്യ, മനോഹരമായ സന്ധ്യ ആഘോഷിക്കാൻ ആരംഭിക്കുക. താങ്ക് യു. മലയാള സിനിമയിലെ പ്രശസ്ത സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് 1982 പുറത്തിറങ്ങിയ ചില്ല് എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനമാണ് ആദ്യത്തേത്. റോണി വിൻസെന്റ്, ശാന്തികൃഷ്ണ, നെടുമുടി വേണു, ജലജ എന്നിവർ, വേണു നാഗവള്ളി എന്നിവർ തകർത്തനു അഭിനയിച്ച ഈ മനോഹരമായ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും വളരെ ഹൃദ്യമാണ്. ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരിക്കലെങ്കിലും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടില്ലാത്ത മലയാളികൾ ചുരുക്കമാണ്. നമുക്കും ആ ഒരു നല്ല കാലത്തേക്ക് തിരിച്ചു പോകാം. താങ്ക് യു. പാടി തുടങ്ങാം അല്ലെ? ആരാ പാടുന്നേ? സാർ സ്റ്റാർട്ട് ചെയ്തോ? അപ്പൊ ഞാൻ തന്നെ തുടങ്ങാം അല്ലെ? ഓക്കെ. അപ്പോ ONVയുടെ ആ പ്രശസ്തമായ, നമുക്കെല്ലാവർക്കും വളരെയേറെ ഗ്രഹാതുരത്തുണർത്തുന്ന ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന എന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാലയ ഗാനമാണ് നമ്മൾ ആദ്യമായിട്ട് ആലപിച്ചു തുടങ്ങുന്നത്. സംഗീതജ്ഞനായ MB ശ്രീനിവാസന്റെ സംഗീതത്തിൽ വിശ്വവിഖ്യാതമായ നമ്മുടെ പ്രധാനപ്പെട്ട, നമ്മുടെ ഒരു ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായിക S ജാനകി ആലപിച്ച ആ ഒരു ഗാനം എൻ്റെ പരിമിതമായ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് പാടുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും നമുക്ക് ഒരുമിച്ച് കൂടാം, ഒരുമിച്ച് ചേർന്ന് അതിനെ ആസ്വദിക്കാം. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമെന്നുലത്തുവാൻ മോഹം. മരമെന്നുലത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമെഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ച് എന്തു മധുരമെന്നോതുവാൻ മോഹം.
എന്തു മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി ആ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിന്റെ പാട്ടുകേ എതിർപാട്ടു പാടുവാൻ മോഹം. എതിർപാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കേ ഉച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. ഒടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ മോഹിക്കുവാൻ മോഹം. ഓവർ. അടുത്തത് ആരാണ് പാടിക്കും. ആരാണ് പാടാൻ? കുമാർ സാർ, ബീനമാം ഉണ്ടല്ലോ, ബീനമാം, ഗോപകുമാർ സാർ, ശ്രീകുമാരി മാം, പാടിക്കോ? ക്ഷമാമങ്ങ് പാടിക്ക് ഒരു 4 വരി, അപ്പോഴത്തേക്ക് അവർ പാടും. ഓക്കെ ഓക്കെ. ഇല്ല, എടുക്കാവേ. അടുത്തതല്ല, ഇത് തന്നെ സാർ, ഇത് തന്നെ ഇടണേ, ഈ പാട്ട് തന്നെ. ഏതാ? ഇപ്പൊ നമ്മൾ പാടിയ പാട്ട് തന്നെ ഇടണേ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് പാടാൻ വേണ്ടിട്ടേ. ഒരു വട്ടം കൂടിയല്ലേ? ആ, ഓക്കെ ഓക്കെ, മതിയാ? അതെ അതെ. ആ, പാടിക്കോ. അത് തന്നെ. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമെഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ച് എന്തു മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടി ആ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിന്റെ പാട്ടു കേട്ടെതിർപാട്ടു പാടുവാൻ മോഹം. എതിർപാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കേ ഉച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. ഒടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷിയോട് വെറുതെ നോതുവാൻ മോഹം. ോടരുതേ എന്നോതുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം.
വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. താങ്ക് യു. താങ്ക് യു. ഞാൻ പാടാം. കാണിക്കാം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നോരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ ഒഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ച് എന്തു മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. താങ്ക് യു. അടുത്തയാള് രമാവതി മാം. എല്ലാരും ഉണ്ടല്ലോ പാടണ. എല്ലാരും ഒരുപാട് എത്രയോ കാലം നമ്മള് എല്ലാവരും 4 വരി വീതം പാടണേ. എല്ലാവരുടെയും നമുക്ക് മനസ്സിൽ എന്നും ഓർമ്മ നിൽക്കുന്ന വരികളാണിത്. നമ്മുടെ പ്രിയപ്പെട്ട ONV സാറിന് ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എല്ലാവരും 4 വരി പാടണം പ്ലീസ്. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ മരമൊന്നു ചുറ്റുവാൻ മോഹം. താങ്ക് യു. ഓക്കെ. ഇങ്ങനെ വലുതാക്കിക്കേ. ഇങ്ങനെ പാടും ഒരു 2 വരി. സാബു പി വിജയൻ, സാബു സാത്വികി വിജയൻ. അൽകുമാർ സാർ കേൾക്കുന്നുണ്ടോ? അൽകുമാർ സാർ കേൾക്കുന്നുണ്ടോ? നാലേ പാടാം. ഒരു ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലത്തുവാൻ മോഹം. മരമൊന്നുലത്തുവാൻ മോഹം. യെസ്, ഓവർ. അടുത്ത ഹലോ. ഉച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. ഒടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷിയോടരുതേ എന്നോതുവാൻ മോഹം. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കാൻ മോഹം. വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. താങ്ക് യു.
അടുത്തയാള് ഇനി സുനിത. ആരാളുടെ പാടാം? ഗോപകുമാർ. ട്ടം കൂടിയെന്നോർമകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലയ്ക്കുവാൻ മോഹം. മരമൊന്നുലയ്ക്കുവാൻ മോഹം. താങ്ക് യു സർ. ഇനി ആരെങ്കിലും ഉണ്ടോ? സുനിത മാം നാല്. സുനിത മാം പാടുന്നുണ്ടോ? നമുക്ക് നെക്സ്റ്റ് എല്ലാവരും പാടിക്കഴിഞ്ഞോ? നെക്സ്റ്റ് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഇല്ല, സാബു സാർ ഞാൻ പാടിയില്ല. പാടിയില്ല. സാബു സാർ പാടിയില്ല. ഓക്കെ ഓക്കെ, സാബു സാർ പാടണം. കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയ ഓർമകൾ മേയും തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ. അപ്പൊ അടുത്ത് കിട്ടും. ജോസി സാർ, നമുക്ക് അടുത്ത പാട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇല്ലല്ലോ, ഞാനും. ജോസി സാർ അടുത്ത പാട്ട് ഷെയർ ചെയ്യോ? അടുത്ത ഗാനം ആരെയും ഭാവഗായകനാക്കും. അക്ഷതങ്ങൾ എന്നുള്ള ആ നമ്മളെ ഒരിക്കലും മറക്കാത്ത ആ ചിത്രത്തിലെ മോഹനരാഗത്തിൽ KJ യേശുദാസ് ആലപിച്ച, ബോംബെ സംഗീതം നൽകിയ ONVയുടെ ഏറ്റവും വളരെ ഭാവസുന്ദരമായ ഒരു ഗാനമാണ് അടുത്തതായി നമ്മൾ ആലപിക്കുന്നത്. അപ്പൊ ആ ഗാനം ആലപിക്കുന്നതിനായി ആരാണ് മുന്നോട്ട് വരുന്നത്? ഷെയർ ചെയ്തിട്ടുണ്ടോ സാറേ? ഉണ്ടല്ലോ, കാണുന്നില്ലേ? ആരെയും ഭാവുകനായേക്കും ആത്മസൗന്ദര്യമാണ്. ഞാൻ പറഞ്ഞു. ഹരിഹരൻ സാർ, ഒരു മിനിറ്റും കൂടെ. 1986 മലയാളത്തിന്റെ ഏറ്റവും പ്രശസ്തനായ സംവിധായകൻ ഹരിഹരൻ സാർ സംവിധാനം ചെയ്ത നഖക്ഷതങ്ങൾ എന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്, ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മലയാളത്തിന്റെ എക്കാലത്തെയും അതുല്യ പ്രതിഭകളായ ONV കുറുപ്പ് സാറും, അതുപോലെ തന്നെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് MD വാസുദേവൻ നായരാണ്. അതുപോലെ തന്നെ രാമുവും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന വിനീതും മോനിഷയും അവതരിപ്പിച്ച കഥാപാത്രങ്ങളായ രാമുവും ഗൗരിയും ഇപ്പോഴും നമ്മുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന, മോനിഷ എന്ന ആ വലിയ കലാകാരി വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളെ വിട്ടുപോവുകയും, അതുപോലെ തന്നെ ആദ്യ ചിത്രത്തിൽ തന്നെ ആ കുട്ടിക്ക് അതിനുള്ള അഭിനയത്തിനുള്ള ദേശീയ അവാർഡ് മലയാളത്തിലേക്ക് കരസ്ഥമാക്കുകയും ചെയ്ത ഒരു മനോഹര ചിത്രമാണിത്. 1987 പൂക്കൾ വിടും എന്നുള്ള ഒരു തമിഴ് ചിത്രത്തിലും തമിഴ് റീമേക്കിലും മോനിഷ തന്നെയാണ് ഗൗരിയായിട്ട് അഭിനയിച്ചത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു നൊമ്പരപ്പാടുകളായി ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു മനോഹര ചിത്രമാണ് നക്ഷതങ്ങൾ. ഇതിലെ എല്ലാ പാട്ടുകളും വളരെ മനോഹരമാണ്. ആരെയും ഭാവഗായകനാക്കും, അതുപോലെ തന്നെ നിളയിൽ നീരാടുവാൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ഗാനങ്ങളാണ് ഈ ചിത്രത്തിൽ നമ്മൾക്കായിട്ട് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ മനോഹര ഗാനം നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ആലപിക്കാം. താങ്ക് യു. സാബു സാറേ? ഞാൻ പാടാം. ശരി സാറേ. ആരെയും
ഭാവഗായകനക്കും ആത്മസൗന്ദര്യ നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ നക്ഷത്ര കന്യകൾ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു കിന്നരമണിത്തമ്പുരുമീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും മണ്ണിലെ കിളിപ്പൈതലും മുളം തണ്ടിൽ മൂളുന്ന തെന്നലും ഇന്നിതാ നിൻ പ്രകീർത്തനം ഈ പ്രപഞ്ച ഹൃദയ വീണയിൽ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണോ നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ നക്ഷത്ര കന്യകൾ. ഓക്കെ, അടുത്ത പഠിക്കും. കിന്നരമണി തമ്പുരുമീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും മണ്ണിലെ കിളിപ്പൈതലും മോളം തണ്ടിൽ മോളുന്ന തെന്നലും ഇന്നിതാ നിൻ പ്രകീർത്തനം ഈ പ്രപഞ്ച ഹൃദയ വീണയിൽ ആരെയും പാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ നക്ഷത്ര കന്യകൾ. ശാലീനമൗനമാകുമി പൊന്മണി ചെപ്പിനുള്ളിലായി മൂടിവെച്ച നിഗൂഢഭാവങ്ങൾ പൂക്കളായി ശലഭങ്ങളായി ഇന്നിതാ നൃത്തലോലയായി ഈ പ്രപഞ്ച നടനവേദിയിൽ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ നക്ഷത്ര കന്യകൾ. ഞാൻ പാടാം. ബാക്കി പാടും. ശരി. കിന്നരമണിത്തമ്പുരുമീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും മണ്ണിലെ കിളിപ്പൈതലും മുളം തണ്ടിൽ മൂളുന്ന തെന്നലും ഇന്നിതാ നിൻ പ്രകീർത്തനം ഈ പ്രപഞ്ച ഹൃദയ വീണയിൽ. താങ്ക് യു മാം. ആരെയും പാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ നക്ഷത്ര കന്യകൾ. കിന്നരമണി തമ്പുരുമീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും മണ്ണിലെ കിളിപ്പൈതലും മുളം തണ്ടിൽ മൂളുന്ന തെന്നലും
ഇന്നിതാ നിൻ പ്രകീർത്തനം ഈ പ്രപഞ്ച ഹൃദയ വീണയിൽ ആരെയും പാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. Thank you. ഞാൻ പാടാം സാറേ. കേൾക്കാമോ? പറയുന്ന കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം. പഠിക്കുമോ? ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശിശരായി നിൽപ്പു നീ മുന്നിൽ കർമ്മ നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. കിന്നരമണിത്തമ്പുരുമീട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും. സോറി സാറേ. അടുത്ത് സോറി ജോസി കട്ടായി. ഒരു മിനിറ്റ്. നെറ്റിനെന്താ? മണ്ണിലെ കിളി പൈതലും മുളം തണ്ടിൽ മൂളുന്ന തെന്നലും ഇന്നിതാ നിൻ പ്രകീർത്തനം ഈ പ്രപഞ്ച ഹൃദയ വീണയിൽ. നസീമ പാടും. കഴിഞ്ഞോ? ഞാൻ പാടി. പാടിയോ? ആരാനി പാടാനുള്ള? അനിൽകുമാർ സാറ്, ഗോപകുമാർ സാറ്, ആരാണ്? ജോസി സാറ് പാടും. ആരാ പാടുന്നുണ്ടോ? ജോസി സാർ. യെസ്. ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശിശര നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശിശര നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. കിന്നരമണി തമ്പുരുവിട്ടി നിന്നെ വാഴ്ത്തുന്നു വാനവും. മണ്ണിലെ കിളിപ്പൈതലും മുളം തണ്ടിൽ മൂളുന്ന തെല്ലലും ഇന്നിതാ നിൻ പ്രകീർത്തനം ഈ പ്രപഞ്ച ഹൃദയ വീണയിൽ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശിശര നിൽപ്പു നിൻ മുന്നിൽ നമ്ര നക്ഷത്ര കന്യകൾ. നിന്റെ ശാലീന മൗനമാകുമി പൊന്മണിച്ചപ്പിനുള്ളിലാ മൂടിവെച്ച നീ കൂട പാവങ്ങൾ പൂക്കളായി ശലഭങ്ങളാ. ഇന്നിതാ നിർത്തലോലരാ ഈ പ്രപഞ്ച നടനവേദിയിൽ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശിശരായി നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ.
യെസ്. ഇനി ആരെങ്കിലും ഉണ്ടോ? പാടട്ടെ? അനിൽകുമാർ അത് പാടാം. കേൾക്കണ്ടേ? ആരാ? നിന്റെ ശാലീന മൗനമാകുമി പൊന്മണിച്ചെപ്പിനുള്ളിലായി. നിന്റെ ശാലീന മൗനമാകുമി പൊന്മണിച്ചെപ്പിനുള്ളിലായി. മൂടിവെച്ച നിഗൂഢഭാവങ്ങൾ പൂക്കളായി ശലഭങ്ങളായി. ഇന്നിതാ നൃത്തലോലരായി ഈ പ്രപഞ്ച നടന വീതിയിൽ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. താങ്ക് യു. അനിൽകുമാർ സാർ ഇവിടെ. അനിൽകുമാർ സാർ. യെസ്, നാലും പടം. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശിശര നിൽപ്പു നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. കിന്നരം അണി തമ്പുരുമീട്ടി നിൻ വാഴ്ത്തുന്നു വാനവും. മണ്ണിലെ കിളി പൈതലും മുളം തണ്ടിൽ മൂളുന്ന തെന്നലും. ഇന്നിതാ നിൻ പ്രകീർത്തനം ഈ പ്രപഞ്ച ഹൃദയ വീണയിൽ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. യെസ്, ഓക്കെ. ഇനി ആരെങ്കിലും പാടാനുണ്ടോ? ലാസ്റ്റ് 4 വരി ഞാൻ പാടും. അതിനുശേഷം ഇനി എനിക്ക് പാടാൻ സമയമില്ല, അതുകൊണ്ടാണ്. ഓക്കെ. എന്തോ പാടിയോ? എല്ലാവരും പാടിയോ? ഓക്കെ. ഞാൻ കുറച്ച് പാടിയിരുന്നു. ലാസ്റ്റ് ചിലപ്പോ ഞാൻ 4 പേര് പാടും. സാർ പഠിക്കോ? ഓക്കെ. ശാലീനമൗനമാകുമി പൊന്മണിച്ചെപ്പിനുള്ളിലായി. മൂടി വെച്ച നിഗൂഢ ഭാവങ്ങൾ പൂക്കളായി ശലഭങ്ങളായി. ഇന്നിതാ നൃത്തലോലയായി ഈ പ്രപഞ്ച നടനവേദിയിൽ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. എല്ലാവരും പാട്ട് പാടിയോ? എല്ലാവരും പാടിയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. 4 വരിയോടെ പാടണോ? പഠിക്കും. ഓക്കെ. കിന്നരമണി തമ്പുരുമീട്ടി നിന്നെ വാഴ്ത്തുന്നു മാനവം. സാറേ ഒന്നുകൂടി ഇടാമോ അത്? ഓക്കെ. മണ്ണിലെ കിളി പൈതലും മുളം തണ്ടിൽ മൂളുന്ന തെന്നലും. ഇന്നിതാ നിൻ
പ്രകീർത്തനം ഈ പ്രപഞ്ച ഹൃദയ വീണയിൽ ആരെയും പാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ തം കമ്ര നക്ഷത്ര കന്യകൾ നിന്റെ ശാലീന മൗനമാകുമി പൊന്മണി ചെപ്പിനുള്ളിലായി മൂടി വെച്ച നിഗൂഢഭാവങ്ങൾ പൂക്കളായി ശലഭങ്ങളായി ഇന്നിതാ നൃത്തലോലരായി ഈ പ്രപഞ്ച നടനവേദിയിൽ ആരെയും പാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. താങ്ക് യു. നെക്സ്റ്റ് പാട്ടിലേക്ക് പോവാം സാറേ. ജോസി സാർ. മെല്ലെ മെല്ലെ മുഖവിടം നെല്ലൊതുക്കി വെച്ചു, അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടർന്ന നിലാവിന്റെ കുളിരും കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ONV കുറുപ്പ് രചിച്ച ആ മനോഹരമായ ഗാനം ശുദ്ധസന്യാസി രാഗത്തിൽ KJ യേശുദാസ് പാടിയ ഒരു മിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ച ആ മനോഹരമായ ഗാനമാണ് നമ്മൾ ഇനി അടുത്തതായി ആസ്വദിക്കാൻ പോകുന്നത്. മെല്ലെ മെല്ലെ മുഖപടം നീക്കി വരിക. നമുക്കറിയാം ഈ പടം കണ്ട എല്ലാവരുടെയും മനസ്സിലുണ്ടാവും രാവണി നായർ, സരസ്വതി ടീച്ചർ. അവർ അധ്യാപക ദമ്പതികളാണ്. അവർ പരസ്പരം ടീച്ചർ മാഷേന്നാ വിളിക്കാറ്. അവർക്ക് കുട്ടികളില്ലാത്ത അവരുടെ ജീവിതത്തിലേക്ക് തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ മകളായിട്ട് പാർവതിയാണ് അതിൽ അഭിനയിക്കുന്നത്. അവർ കടന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ സന്തോഷവും പിന്നീട് ഒരിക്കല് അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവര് അനുഭവിക്കുന്ന ആ ദുഃഖവും വേർപാടിന്റെ വേദനയും എല്ലാം നമുക്ക് ഈ സിനിമ കണ്ട എല്ലാവർക്കും അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഇവരുടെ എല്ലാവരുടെയും വളരെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു ഈ സിനിമ. 1987 അനശ്വരനായിട്ടുള്ള ഒരു നമ്മുടെ ഭരതൻ എന്ന സംവിധായകനാണ് ഇത് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ജോൺസൺ മാഷാണ് ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. എല്ലാ പാട്ടുകളും വളരെ ഹൃദ്യമാണ് ഇതില്. പൂ വേണം, പൂപ്പട വേണം, ഈ പാട്ടുകളെല്ലാം ഈ ഒരു ഫിലിമിലുള്ളതാണ്. വളരെ ഗ്രാമാന്തരീക്ഷത്തില് ഉത്സവങ്ങളും കാവുകളും അതുപോലെ തെയ്യവും തിറയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന വളരെ മനോഹരമായിട്ട് അണിയിച്ചിരിക്കുന്ന ഈ സിനിമയ്ക്ക് സംസ്ഥാന അവാർഡുകളും ലഭിക്കുകയുണ്ടായി. ഏറ്റവും നല്ല നടൻ ഉള്ള നെടുമുടി വേണുവിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച ഫിലിമാണിത്. അതുപോലെ തന്നെ ശാരദ അമ്മയ്ക്ക് ഇതിന് ഏറ്റവും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിക്കുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഈ ഗാനം നമുക്ക് ചേർന്ന് ആലപിക്കാം. പ്ലീസ്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിന്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി
തൊട്ടുണർത്തി. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർപ്പൽ കിടാവെ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു മിന്നാമിനം നിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ഒരു മിന്നാമിനും നിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ആരോരുമറിയാത്തു പാവിൽ തുടിപ്പൂപോ ആലോലം ആനന്ദ നൃത്തമാർന്നു. ആലോലം ആനന്ദ നൃത്തമാർന്നു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിന്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. എല്ലാവരും ഈ മുഖപടം എല്ലാം ഒതുക്കി കടന്നു വരിക. പാടട്ടെ. ആരാണ് അടുത്തത്? ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർപ്പൻ കിടാവേ നിൻ പാൽക്കൂടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിന്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർപ്പൻ കിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയ ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിന്റെ
കുളിരു കോരി നെറുകയിൽ അരുമയായി ഉടഞ്ഞതാരോ ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിയിലൂടൊഴുകി വന്നു ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിയിലൂടൊഴുകി വന്നു ആരോരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പുപോൽ ആലോലം ആനന്ദ നൃത്തം. താങ്ക് യു. താങ്ക് യു മാം. അടുത്തയാള് ആരാണ് പാടുന്നത്? ആരാണ് ഇനി മുഖോടം നീക്കി വരാനിരിക്കുന്ന ആരാണ്? അല്ല, മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുകോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ആയർപ്പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. താങ്ക് യു. ഞാനൊന്ന് പാടട്ടെ. പാടുമാ പ്ലീസ്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ആയർപ്പെൺകിടാവി നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. താങ്ക് യു. ഞാൻ തന്നെ പാടാം ഓക്കെ സാറേ. സാർ. ആ പാടും. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ
കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞ താരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി. ഓക്കെ, ഓവർ ടു അവസാനം. ഓക്കെ, എല്ലാരും പാടണ്ടേ? അടുത്ത പാട്ടും പറഞ്ഞേ. അതെ, തീർച്ചയായിട്ടും. എല്ലാരും പാടാമോ? അടുത്ത ആരാ പാടുന്നേ? ആരാണ് ഇനി മുഖപടം തെല്ലൊതുക്കി വരുന്നത്? ആരാണ്? ഇസിൻ റാസി, അതാരാണ്? പിന്നെ നസീമ പാടിയോ? ഇസിൻ റാസി എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ഹസീന ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ഹസീനക്ക് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആണോ? പാട്ട് പാടൂ. ഹസീനയാണോ? ഹസീനയാണെങ്കിൽ ജോയിൻ ചെയ്യൂ പ്ലീസ്. പാട്ട് പാടൂ. ആരാണെങ്കിലും പരിചയപ്പെടുത്തു. ഹസീന ഉണ്ടെങ്കിൽ. ആരാണോ? ഹസീന റെഡി ആകുമ്പോ ഞാൻ പാടാൻ രണ്ടുപേരും. അതെ, തീർച്ചയായിട്ടും. ഞാൻ പാടിയല്ലോ. പാടി. ഓക്കെ മാം, താങ്ക് യു. ഒരു മിന്നുങ്ങിന്റെ നുറുങ്ങുവട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ഒരു മിന്നുങ്ങിന്റെ നുറുങ്ങുവട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ആരോരും അറിയാത്തോരാത്മാവിൻ തുടിപ്പു പോലോലം ആനന്ദ നൃത്തമാർന്നു. ആലോലം ആനന്ദ നൃത്തമാർന്നു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിൻ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. ഓക്കെ സർ, താങ്ക് യു. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർ പെൺകിടാവേ നിൻ ആൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിന്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. താങ്ക് യു. അടുത്തത് എല്ലാരും പാടിയെങ്കിൽ അടുത്ത പാട്ടിലേക്ക് പോവാം സാറേ. അടുത്ത പാട്ടിലേക്ക് പോവാം. ഓക്കെ. രണ്ടെണ്ണമുള്ളതുകൊണ്ട് മാറിയിട്ടില്ല. പഞ്ചാഗ്നിയിലെ പാട്ടായിരിക്കും. അതെ, അടുത്തേക്ക് വരുന്നില്ലല്ലോ. കൊടുക്കാവേ. ഓക്കെ സാറേ. അടുത്ത് കാണാമല്ലോ ഇപ്പൊ? കാണുന്നില്ലേ? കാണാം സാറേ, കാണാം കേട്ടോ. അടുത്ത ഗാനം പഞ്ചാഗ്നി എന്ന ചിത്രത്തിൽ
ബോംബെ രവി സംഗീതം നൽകി. നമ്മുടെ ഗാനഗന്ധർവൻ KJ യേശുദാസ് ആലപിച്ച ഒരു ഗാനമാണ് സാഗരങ്ങളെ പാടി ഉണർത്തിയ സംഗീതമേ എന്ന് വിശേഷിപ്പിക്കുന്ന, സംഗീതത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു പാട്ട് വളരെ മനോഹരമായ നമ്മുടെയൊക്കെ ചുണ്ടുകളിലുള്ള പാട്ടാണ്. ഹൃദയത്തിൽ നിന്ന് മാറാത്ത ഒരു പാട്ടാണ്. ബോംബെ രവിയുടെ സംഗീതത്തിൽ ONV കുറുപ്പ് രചിച്ച ആ ഗാനത്തിലേക്കാണ് നമ്മൾ ഇനി കടന്നു പോകുന്നത്. ആരാണത് ആദ്യം പാടുന്നത്? നമുക്ക് നോക്കാം. അതിനു മുമ്പ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി ഉഷയെ ക്ഷണിക്കുന്നു. 1986 MD വാസുദേവൻ നായർ ഹരിഹരൻ സാർ കൂട്ടുകെട്ടില് ഉണ്ടായ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് പഞ്ചാഗ്നി. ഇതും 1960 ഒരു നക്സലൈറ്റ് ആയിരുന്ന അജിത എന്ന യുവതിയുടെ ജീവിതത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ള ഒരു കഥയാണിത്. അതുപോലെ ഇന്ദിര എന്ന ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗീത, അതുപോലെ തന്നെ മോഹൻലാൽ, നാദിയ മൊയ്തു, ഇവരെല്ലാം മത്സരിച്ച് അഭിനയിച്ച ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ്. മലയാളികൾക്ക് എന്നും ഒരുപാട് ദേശീയ അവാർഡ് അതുപോലെ തന്നെ സംസ്ഥാന അവാർഡുകളെല്ലാം ലഭിച്ചിട്ടുള്ള ഒരു മനോഹര ചിത്രമാണ്. ബോംബെ രവി സാറിന്റെ സംഗീതത്തില് ONV സാറിന്റെ മാസ്മരികമായിട്ടുള്ള ഒരു രചനയാണിത്. ഇത് നമ്മളെല്ലാ കാലത്തും നമ്മുടെ മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈ ഗാനം നമുക്ക് ചേർന്ന് ആലപിക്കാം. താങ്ക് യു. ആരാണ് തുടങ്ങുന്നത്? ബീനമ്മ മാം സ്റ്റാർട്ട് ചെയ്യോ? തുടങ്ങാം. സാഗരങ്ങളെ പാടിയുണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, ഹൃദയ സാഗരങ്ങളെ പാടിയുണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, ഹൃദയ സാഗരങ്ങളെ പോരു നീയൻ ലോലമാമി ഏകതാരയിൽ ഒന്നിളവേൽക്കൂ ആ സാഗരങ്ങളെ പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ, പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ, കാതരയാം ചന്ദ്രലേഖയും ഒരു ശോണരേഖയായി മായുമ്പോൾ വീണ്ടും തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാം ഏതു കരങ്ങൾ ആ സാഗരങ്ങളെ പാടിയുണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, ഹൃദയ സാഗരങ്ങളെ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. വളരെ നന്നായി പാടി. ആ ഒരു കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയാൽ എത്ര കേട്ടാലും, ഇത് റേഡിയോയിലൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണ്. എത്ര കേട്ടാലും നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് ആഗ്രഹം തോന്നുന്ന ഒരു ഗാനമാണിത്. ഹൃദയ സാഗരങ്ങള്, ഹൃദയത്തെ സാഗരത്തോട് ഉപമിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഗാനം. ONV കുറുപ്പിന് മാത്രം, ONV സാറിന് മാത്രമായിരിക്കും ഒരു പക്ഷേ ഇത്ര മനോഹരമായിട്ട് ഈ അക്ഷരങ്ങൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് അഭിമാനിക്കാം, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചു, ഈ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതിന്. അടുത്ത ആള് പാടുമോ? എല്ലാവരും പാടുന്നു, 2 വരി വീതം. ഓക്കെ. കന്മണ്ണിന്റെ ഗന്ധമുയർന്നു, തെന്നൽ മതിച്ചു പാടുന്നു. കന്നി മണ്ണിന്റെ ഗന്ധമുയർന്നു, തെന്നൽ മതിച്ചു പാടുന്നു. ഈ നദി തന്മാറിലാരുടെ കൈവിരൽ പാടുകൾ പുണരുന്നു. പോരു തഴുകി
തഴുകി ഉണർത്തു മേഘരാഗമെൻ ഏകധാരയിൽ. സാഗരങ്ങളെ പാടി പാടി ഉണർത്തുമി സാമഗീതമേ സാമസംഗീതമേ. ഒരു നീയൻ ലോലമാമി ഏകതാരയിൽ ഒന്നിളവേൽക്കൂ ഒന്നിളവേൽക്കൂ സാഗരങ്ങളെ. അടുത്താള്. താങ്ക് യു മാം. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ. ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ. സാഗരങ്ങളെ പോരൂ നീയൻ ലോലമാമി ഏകതാരയിൽ ഒന്നിളവേൽക്കൂ ഒന്നിളവേൽക്കൂ. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ. ഹൃദയ സാഗരങ്ങൾ പിന്നിലാവിൻ്റെ പിച്ചപകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ കാതരയാം ചന്ദ്രലേഖയും ഒരു ശോണരേഖയായി മായുമ്പോൾ വീണ്ടും തഴുകി തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാം ഏതു കരങ്ങൾ സാഗരങ്ങളെ. താങ്ക് യു. താങ്ക് യു, താങ്ക് യു. അടുത്തത് അനിൽകുമാർ സർ. ആരാണ് ഇനി പാടി ഉണർത്താൻ? സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ. ഹൃദയ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ. സാഗരങ്ങളെ ഒരു നീയൻ ലോലമാമി ഏകധാരയിൽ ഒന്നിളവേൽക്കൂ സാഗരങ്ങളെ. പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ കാതരയ ചന്ദ്രലേഖയും ഒരു ശ്രോണരേഖയായി മായുമ്പോൾ വീണ്ടും തഴുകി തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാ ഏഴു കരങ്ങൾ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ. ഹൃദയ സാഗരങ്ങളെ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. ഈ പാടത്ത് പാടുള്ളൂ പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ വാതിലിപ്പഴും എനിക്കറിയാം. പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ കാതരയാം ചന്ദ്രലേഖയും ഒരു ശോണരേഖയായി മായുമ്പോൾ വീണ്ടും തഴുകി തഴുകി ഉണർത്തും
സ്നേഹസാന്ദ്രമാം ഏതു കരം ആ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ ഒരു പാടി സാറേ, പാടിക്കോ. ഒരു നീയൻ ലോലമാമീ ഏകതാരയിൽ ഒന്നിളവേൽക്കൂ ഒന്നിളവേൽക്കൂ ആ സാഗരങ്ങളെ പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ കാതരയാം ചന്ദ്രലേഖയും ഒരു ശോണരേഖയായി മായുമ്പോൾ തഴുകി തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാ ഏതു കരങ്ങൾ ആ സാഗരങ്ങളെ കന്നിമണ്ണിന്റെ ഗന്ധമുയർന്നു തെന്നൽ മതിച്ചു പാടുന്നു കന്നിമണ്ണിന്റെ ഗന്ധമുയർന്നു തെന്നൽ മതിച്ചു പാടുന്നു ഈ നദി മാറിമാരുടെ കൈവിരൽ പാടുകൾ ഉണരുന്നു തഴുകി തഴുകി ഉണർത്തു മേഘരാഗമൻ ഏകതാരയിൽ ആ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാഗസംഗീതമേ ആ താങ്ക് യു സർ. നസീമൻ പാടിയോ? പാടാമോ? നസീമൻ ഇല്ല. പാടിയോ? ഇല്ല ഇല്ല. പാടാമോ? പാടുമോ? സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ പോരു നീയൻ ലോലമാമീ ഏകതാരയിൽ ഒന്നിളവേൽക്കൂ ഒന്നിളവേൽക്കൂ ആഹാ ആഹാ സാഗരങ്ങളെ പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ കാതരയാം ചന്ദ്രലേഖയും ഒരു ശോണരേഖയായി മായുമ്പോൾ വീണ്ടും തഴുകി തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാം ഏതു കരങ്ങൾ സാഗരങ്ങളെ കന്നിമണ്ണിന്റെ ഗന്ധമുയർന്നു തെന്നൽ മതിച്ചു പാടുന്നു കന്നിമണ്ണിന്റെ ഗന്ധമുയർന്നൽ മതിച്ചു പാടുന്നു ഈ നദിതന്മാരിലാരുടെ കൈവിരൽ പാടുകൾ പുണരുമ്പോൾ പോരു തഴുകി തഴുകിയുണർത്തു മേഘരാഗമൻ ഏകധാരയിൽ. താങ്ക് യു മാം. അടുത്ത പാട്ടേക്ക് പോലെ അടുത്ത പാട്ടിലേക്ക് പോകും സർ.
സാറേ വാതിൽ പഴുതിൽ അതിലുള്ള പാട്ടല്ലേ? വാതിൽ പഴുതിലൂടെ ഇനിയത്തെ പാട്ട് അതാണ് സാർ. ആ സാർ PPT ഷെയർ ചെയ്യാമോ? പാട്ടിടാമോ ജോസി സാർ? ജോസി സാർ ഷെയർ ചെയ്യാമോ? ടെക്നിക്കൽ ഒരു മാറുന്നില്ല എന്താണ്? ഓക്കെ സാർ. ഓക്കെ ഓക്കെ നോക്കട്ടെ. അതെന്താ അറിയോ, സാബു സാർ ഈ പാട്ട് പാടിയില്ലേ, അതുകൊണ്ടാ. സാറൊക്കെ ഇന്ന് ബിസി അതാ. അതെ അതെ. ഫുൾ സ്ക്രീൻ കിടന്നിട്ടേ മാറുന്നില്ലേ? നോക്കട്ടെ. നേരത്തെ മാറി കണ്ടല്ലോ ഈ പാട്ട്. അറിയാ ഇല്ല. എന്ത് പറ്റിയ സെക്കൻഡ് എല്ലാരും ഒക്കെ പരിപാടി കഴിഞ്ഞോ? എന്തൊക്കെയായി? സാഗരങ്ങളെയാണോ? കഴിഞ്ഞിട്ടില്ല, സാഗരങ്ങളെ സാറ് പാടിയിട്ടില്ല. സാഗരങ്ങൾ പാടിക്കാം. പേര് ശരിയാക്കണം സാറേ. സാറേ ഒരു മിനിറ്റ്, സാറ് സാഗരങ്ങൾ പാടിക്കും. അപ്പൊ എന്റെ പാട്ട് കേൾക്കാത്തൊരു സ്ഥലത്ത് എത്തട്ടെ. ഒരു മിനിറ്റ്. സാർ തന്നെയുള്ള വണ്ടിയിൽ അതെയോ? പാട്ട് വെച്ചില്ല. അടുത്ത പാട്ട് വന്നില്ലേ? സാറ് പാടുന്നുണ്ടോ? സാഗരങ്ങളെ. സാറ് പാടുന്നുണ്ടോ? പഠിക്കും. സാഗരങ്ങളെ പാടിയുണർത്തിയ സമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ. മാറിപ്പോയല്ലോ സാറേ പാട്ട്. സാറേ ഒന്നുകൂടി മാറ്റാമോ? വന്നു 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 വന്നു. ഒരു നീയൻ ലോലമാമി ഏകതാരയിൽ ഒന്നിളവേൽക്കൂ ഒന്നിളവേൽക്കൂ ആ സാഗരങ്ങളെ പാടിയുണർത്തിയ സാമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ. ഓക്കെ, അത് മതി. നമുക്ക് അടുത്ത പാട്ടിടാം അല്ലേ? ടൈമായോ? സമയമായെങ്കിൽ നിർത്താം. എല്ലാം പാടണം നിർത്തുന്നില്ല. ശാരിക അങ്ങോട്ട് പാടി നിർത്താം സാറേ നമുക്ക് എന്നാല്. ഓക്കെ ശാരിക ഓക്കെ. അടുത്തത് ശാരിക എന്നുള്ള പാട്ടാണ്. ONV കുറുപ്പിന്റെ വരികൾക്ക് S ജാനകിയാണ് ആലാപനം നടത്തിയിരിക്കുന്നത്. ചിത്രം സ്വപ്നം. നമുക്ക് ഇതിനെ കുറിച്ച് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇതിനു മുമ്പ്. ഇത് നമുക്ക് പാട്ടിലേക്ക് പോകാം സാറേ. ഓക്കെ, അപ്പോ നമ്മൾ നേരെ പാട്ടിലേക്ക് പോവാണ്. അത് ആരാണ് പാടി തുടങ്ങുന്നത്? സാർ തന്നെ അത് പാടി തുടങ്ങിക്കോ. സാർ തന്നെ സ്റ്റാർട്ട് ചെയ്തു സാറേ. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു, മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു, ആരും കാണാതെ പൂ ചൂടി ഞാനൊന്നു പാടി ശാരികേ
എൻ ശാരികേ. ഞാനൊരു ഗാനമായി വീണ പാടുമീണമായി സ്നേഹമാകും പൂവ് ചൂടി ദേവതയായി ശാരികേ എൻ ശാരികേ. ഇന്നെന്റെ കിളിവാതിലിൽ പാടി നീ വിടരാൻ വിതുമ്പുമേതോ പൂവിൻ ഗാനം. ഇന്നെന്റെ കിളിവാതിൽ പാടി നീ വിടരാൻ വിതുമ്പുമോ പൂവിൻ ഗാനം. ഏഴിലും പാല പൂത്തു കാതിലോല കാറ്റിലാടി. ഏഴിലും പാല പൂത്തു കാതിലോല കാറ്റിലാടി. പീലി നിർത്തി കേളിയാടൂ നീലരാവേ ശാരികേ നിൻ ശാരികേ. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. ആരും കാണാതാ പൂച്ചൂടി ഞാനൊന്നു പാടി ശാരികേ എൻ ശാരികേ. അടുത്ത ആണ്ട് ദീനമാം അനിൽകുമാർ സാറൊക്കെ പാടാമോ? മാഡം ഇത് ശരിക്കും നമുക്ക് കുറേ ആയി ഇത് പാടാതെ, എന്നാലൊന്ന് ശ്രമിച്ചു നോക്കാം. പാടാൻ ബുദ്ധിമുട്ടുള്ള ഗാനമാണ്. പോലൊരു അതെ. മാനസം ഞാനിന്നു കണ്ടു. മദളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. ആരും കാണാതാ പൂച്ചൂടി ഞാനൊന്നു പാടി ശാരികേ എൻ ശാരികേ. മദളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. ഞാനൊരു ഗാനമായി വീണ പാടു ഈണമായി. ഞാനൊരു ഗാനമായി വീണ പാടു ഈണമായി സ്നേഹമാകും പൂച്ചൂടി ദേവതയായി ശാരികേ എൻ ശാരികേ. മദളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. മദളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. ആരും കാണാതാ പൂച്ചൂടി ഞാനൊന്നു പാടി ശാരികേ എൻ ശാരികേ. യെസ്, ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു അനിൽകുമാർ സാർ. ഞാൻ പാടി നോക്കാം. ആ പാടും പ്ലീസ്. മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. ആരും കാണാതെ പൂച്ചൂടി ഞാനൊന്നു പാടി ശാരികേ എൻ ശാരികേ. ഞാനൊരു ഗാനമായി വീണ പാടുമീണമായി. ഞാനൊരു ഗാനമായി വീണ പാടുമീണമായി സ്നേഹമാകും പൂച്ചൂടി ദേവതയായി ശാരികേ
വാതിലിൽ പാടി വിടരാൻ വിതുമ്പുമേതോ പൂവിൻ സോറി സാറേ, കുറേ ആയി പാടാൻ. ആവുന്നില്ല. കുഴപ്പമില്ല, നമ്മളൊക്കെയല്ലേ ഉള്ളൂ, സാരമില്ല. ആർക്ക് വേണമെങ്കിലും പാടാം. ഞാൻ പാടാന്ന്. പാട്. മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. ആരും കാണാതെ പൂ ചൂടി ഞാനൊന്നു പാടി ശാരികേ എൻ ശാരികേ. ഞാനൊരു ഗാനമായി വീണ പാടുമീണമായി സ്നേഹമാകും പൂവു ചൂടി ദേവതയായി ശാരികേ എൻ ശാരികേ. ഇന്നെന്റെ കിളിവാതിലിൽ പാടി നീ വിടരാൻ വിതുമ്പുമേതോ പൂവിൻ ഗാനം. ഇന്നെന്റെ കിളിവാതിലിൽ പാടി നീ വിടരാൻ വിതുമ്പുമേതോ പൂവിൻ ഗാനം. ഏഴിലം പാലപൂത്തു കാതിലോല കാറ്റിലാടി. ഏഴിലം പാലപൂത്തു കാതിലോല കാറ്റിലാടി. പീലി നിർത്തി കേളിയാടൂ നീലരാവേ ശാരികേ എൻ ശാരികേ. താങ്ക് യു. പോലൊരു മാനസം ഞാനിന്നു കണ്ടു. മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. ആരും കാണാതെ പൂ ചൂടി ഞാനൊന്നു പാടി ശാരികേ ശാരികേ. താങ്ക് യു. ഞാനൊന്ന് പാടി നോക്കട്ടെ. ശാരികേ എൻ ശാരികേ, മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. ആരും കാണാതാ പൂ ചൂടി ഞാനൊന്നു പാടി ശാരികേ എൻ ശാരികേ. മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. ഞാനൊരു ഗാനമായി വീണ പാടുമീണമായി. ഞാനൊരു ഗാനമായി വീണ പാടുമീണമായി സ്നേഹമാകും പൂച്ചൂടി ദേവതയായി ശാരികേ എൻ ശാരികേ. ഇന്നെന്റെ കിളിവാതിലിൽ പാടി നീ വിടരാൻ വിതുമ്പുമേതോ പൂവിൻ ഗാനം. ഇന്നെന്റെ കിളിവാതിലിൽ പാടി നീ വിടരാൻ വിതുമ്പുമേതോ പൂവിൻ ഗാനം. ഏഴിലം പാലപൂത്തു കാതിലോല കാറ്റിലാടി. ഏഴിലം പാലപൂത്തു കാതിലോല കാറ്റിലാടി. പീലി നീർത്തി കേളിയാടൂ
നീലരാവി ശാരികേ എൻ ശാരികേ മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു. ആരും കാണാതാ പൂചൂടി ഞാനൊന്നു പാടി ശാരികേ എൻ ശാരികേ. താങ്ക് യു മാം. താങ്ക് യു മാം, താങ്ക് യു. എത്ര മനോഹരമായിട്ടാ മാം പാടുന്നത്. വളരെ നന്നായി പാടി, വളരെ നന്നായി പാടി. പാടി അനിൽകുമാർ സാറൊക്കെ വളരെ നന്നായി പാടി. എന്നാലും അതുപോലെ തന്നെ ശ്രീകുമാരി മാം ജനറേഷൻ അല്ലേ? എന്താ മാം? അവരുടെ ജനറേഷൻ വ്യത്യാസമുണ്ട്. നമ്മളൊക്കെ പാടുന്നേക്കാളും കൂടുതൽ അവർ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല മനോഹരമായി പാടി ശ്രീകുമാരി. ഇതിനകത്തൊരു കാര്യമുണ്ട്. ഈ പാട്ടുകൾ ഈ കമ്പ്യൂട്ടറിൽ ഇടുന്നതിന്റെ അകത്ത് കുറെ എഡിറ്റിംഗ് ഉണ്ടാവും. പഴയ വേർഡ്സ് അല്ല, ചില ട്യൂണിങ്ങിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് വരുന്നത് ചിലപ്പോ. ശരി ശരി സാറേ. നാസിമാമ കേട്ടോ, ഇന്നത്തെ സ്റ്റാർ നാസിമാമ. കാരണം നാസിമാം സാധാരണ സംസാരിക്കുന്ന വോയിസിലല്ല ഇന്ന് പാട്ട് പാടിയത്. നന്നായി പാടി അല്ലേ അല്ലേ സാറേ? സൂപ്പർ പാട്ട്. അവസരം കിട്ടിയാല് ഇവരെല്ലാരും വളരെ നന്നായി പാടുന്നു. നമുക്കൊരു അങ്ങനെയല്ല സാറേ, അവസരം കിട്ടിയ ഇവരെല്ലാം ഇവിടുന്ന് ചാടിപ്പോവും. തകർത്തു. ഇവളെ കുളിപ്പിച്ച് പട്ടുപാവാടയും വിട്ടുവെച്ചാൽ ഇവളും ഉഷസ് പോൽ പ്രകാശിക്കുന്നാണ് ബാലമണിയും പറഞ്ഞു. ഈ പാട്ടില്ലേ സലിൽ ചൗധരിയുടെ ഈണായതുകൊണ്ടേ നമ്മള് വിചാരിക്കുന്നിടത്തല്ല അതിന്റെ ഈണം വരുന്നത്. സലിൽ ചൗധരിയുടെ ബംഗാളിയാണ് ആ രീതി. അതെ, തീർച്ചയായിട്ടും. പാടുമ്പോ അറിയാം. അടുത്തതിലേക്ക് പോവാ. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്തൊരു പാട്ട് നമുക്ക് അവസാനിപ്പിച്ചേക്കാം. വാതിൽപ്പഴിലൂടെ. വാതിൽപ്പഴിലൂടെ അയ്യോ, അങ്ങനെ പറയരുത്. നന്നായി ആസ്വദിച്ചു. സാറിന് എന്റെ ആത്മാവിന് മുമ്പില് വലിയൊരു പ്രണാമമാണ് അർപ്പിച്ചത്. തീർച്ചയായിട്ടും. വാതിൽപ്പഴത്തിലൂടെ മുന്നിൽ അവസാനമായിട്ട് വാതിൽപ്പഴിലൂടെ പോയേക്കാം. ഇതും അതുപോലെ തന്നെ ഇടനേഴയിൽ ഒരു കാലച്ച എന്ന ചിത്രത്തില് KS ചിത്ര പാടിയ ഗാനമാണ്. അതെ, നമുക്കിതിലൂടെ വാതിലേക്ക് പോയി പറവാതിലേക്ക് പോയേക്കാം. വി ദക്ഷിണാമൂർത്തി സാറിന്റെ സംഗീത സംവിധാനത്തില് ഭദ്രൻ സംവിധാനം ചെയ്ത ചിത്രമാണ് 1987 കാർത്തിക, വിനീത്, അതുപോലെ തന്നെ ജയഭാരതി, തിലകൻ ഒക്കെ തകർത്ത് അഭിനയിച്ച ഒരു ചിത്രമാണ്. കോളേജ് സ്റ്റുഡന്റിന്റെ ഒരു ആത്മസംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ചിത്രമാണിത്. പക്ഷെ ഈ പാട്ട് ഭയങ്കര ഹിറ്റായി പോയ, നല്ല ഹിറ്റായ ഒരു പാട്ടാണിത്. എപ്പോഴും മനോഹരമായിട്ട് എല്ലാവരും മൂളി നടക്കുന്ന ഒരു പാട്ടാണ്. നമുക്ക് ONV സാറിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ തീർച്ചയായിട്ടും ഇത് സമർപ്പിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞതൊക്കെ വളരെ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. പാട്ടിലേക്ക് പോകാം. താങ്ക് യു സാർ. അത് നമുക്ക് നസീമാമിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ? മാമാണ് ഇന്നത്തെ സ്റ്റാർ. പ്ലീസ് മാം. ആദ്യം അറിയാവുന്നവർ പാടും, അത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് പാടിക്കോളും. ഞാൻ തുടങ്ങാം സാറേ. ഞാനല്ല, ഉള്ള വെച്ച് തുടങ്ങാം. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം പാരി വിതറും ത്രിസന്ധ്യ പോകേ, അതിലോലമെൻ ഇടനാഴിയിൽ നിൻകള മധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. ഹൃദയത്തിൻ തന്തിയിൽ ആരോ വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ, ഇലകളിൽ ജലകണം ഇറ്റു വീഴുമ്പോളൻ ഉയിരിൻ
അമൃതം തളിച്ച പോലെ തരളവിലോലും നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരി തരിച്ചു പോയി, അറിയാതെ കോരി തരിച്ചു പോയി. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വീതറും ത്രിസന്ധ്യ പോകേ. ഹിമബിന്ദു മുഖം പടം ചാർത്തിയ പൂവിനെ മധുകരം നുകരാതെ ഉഴറും പോലെ അരിയ നിൻ കാലൊച്ച ചൊല്ലിയ മന്ത്രത്തിൽ പൊരുളിൽ അറിയാതെ ഞാൻ നിന്നു. നിഴലുകൾ കളമെഴുതുന്നൊരൻ മുന്നിൽ മറ്റൊരു സന്ധ്യയായി നീ വന്നു, മറ്റൊരു സന്ധ്യയായി നീ വന്നു. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വീതറും ത്രിസന്ധ്യ പോകേ. അതിലോലം എൻ ഇടനാഴിയിൽ നിൻകള മധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. സൂപ്പർ സൂപ്പർ, അടിപൊളി. നല്ല രസമായിരിക്കണം. നന്നായി പാടി സാർ. നന്നായി പാടിയിട്ടുണ്ട്. കുമാർ സാർ ഭാവഗായകനാ. സാറിന് സാറിൻ്റെതായ ഒരു ശൈലിയില് മനോഹര പാട്ട് പാടും. തീർച്ചയായിട്ടും. ഓക്കെ, പിന്നെ ഇനി ആരാണ്? പിന്നെ 8:45 കേട്ടോ. ഓ, ആർക്കും ഒരു പണി വെച്ചേ. സാർ എവിടെ പോയി? പാടുവോ പ്ലീസ്? ഞാൻ പറയട്ടെ? പാട് സാർ, പാട്. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വീതറും ത്രിസന്ധ്യ പോകേ. അതിലോലമെൽ ഇടനാഴിയിൽ നിൻകള മധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വീതറും ത്രിസന്ധ്യ പോകേ. ഹൃദയത്തിൻ തന്തിയിലാരോ തൊടു മൃദുലമാം നിസ്വനം പോലെ ഇലകളിൽ ജലകണം ഇറ്റു വീഴും പോലെ ഉയിരിൽ അമൃതം തളിച്ച പോലെ ഇലകളിൽ ജലകണം ഇറ്റു വീഴും പോലെ ഉയിരിൽ അമൃതം തളിച്ച പോലെ തരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചു പോയി, അറിയാതെ കോരിത്തരിച്ചു പോയി. വാതിൽ പഴുതിലൂടെ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകേ. ഹിമബിന്ദു മുഖപടം ചാർത്തിയ പൂവിനെ മധുകരൻ നുകരാതെ ഉഴറു പോലെ ഹിമബിന്ദു മുഖപടം ചാർത്തിയ പൂവിനെ മധുകരൻ നുകരാതെ ഉഴറും പോലെ അരിയതിൽ കാലൊച്ച ചൊല്ലിയ മന്ത്രത്തിൽ പൊരുളറിയാതെ ഞാൻ നിന്നു, പൊരുളറിയാതെ ഞാൻ നിഴലുകൾ കളമെഴുതുന്നൊരൻ മുന്നിൽ
മറ്റൊരു സന്ധ്യയായി നീ വന്നു, മറ്റൊരു സന്ധ്യയായി നീ വന്നു. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം മാറി വിതറും സന്ധ്യ പോകേ, അതിലോലമെൻ ഇടനാഴിയിൽ നിൻകള മധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. ആ ആ ആ താങ്ക് യു സർ. വെരി ഗുഡ്. താങ്ക് യു. പാടുന്നേ സാറ് പാടൂ സാറ്. ഇല്ല, ഞാനന്ന് പാടിയത് ഒരു പ്രശ്നമായി പോയി. ജോസഫ് സാർ, ജോസഫ് ജോൺ സാർ കേൾക്കാമോ? പാടാവുന്ന അവസ്ഥയിലാണോ? ജോസഫ് ജോൺ സാർ കേൾക്കാമോ? ദൈവമേ, സാറൊക്കെ വന്നിട്ടുണ്ട്. സാറൊക്കെ ഉള്ള ഞാനൊരു ഫംഗ്ഷനിലാണ്. രണ്ടുപേര് പാട്, അവർ ശാന്തമാകട്ടെ. വാതിൽ പഴുതിലുടൻ രസം അതിലോലമെന്നിടനാഴിയിൽ മധുരമം കാലൊച്ച കേട്ടു. വാതിൽ പറ്റണില്ല. പാട് സാറേ. പാട് സാറേ. നോക്കട്ടെ, ജോസ് സാർ ഉണ്ടോ? ഇല്ലെങ്കിൽ വിഷമം പാട്ട് ജോസഫ് സാർ വരും. സാർ പാടാമോ? ഓക്കെ, എന്നാ ഞാൻ പാടാം രണ്ടുപേരും. ഓക്കെ. മുന്നിൽ കുങ്കുമം വാരി വീതറും ത്രിസന്ധ്യ പോകേ, അവിലോലമെൻ ഇടനാഴിയിൽ നിൻകള മധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. ഓക്കെ, രണ്ടുപേര് പാടാം സാർ. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം പാരി വിതറും സന്ധ്യ പോലെ, അതിലോലമെന്നിടനാഴിയിൽ നിൻകള മധുരമം കാലൊച്ച കേട്ടു, മധുരമം കാലൊച്ച കേട്ടു. ഇനി ആരെങ്കിലും ഉണ്ടോ? വിഷമമുണ്ടോ? പാടുന്നുണ്ടെങ്കിൽ പാടും. ഹൃദയത്തിൻ തന്ത്രിയിലാരോ വിരൽ തോടും മൃദുലമാം നിസ്വനം പോലെ, ഹൃദയത്തിൻ തന്ത്രിയിലാരോ വിരൽ തോടും മൃദുലമാം നിസ്വനം പോലെ, ഇലകളിൽ ജനഗണം വീഴും പോലൻ ഉയിരിൽ അമൃതം തളിച്ച പോലെ, തരളവിലോലം നിൻ കാലൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചു പോയി, അറിയാതെ കോരിത്തരിച്ചു പോയി. വാതിൽ പഴുതിയിലൂടൻ മുന്നിൽ കുങ്കുമം വാരി വീതറും ത്രിസന്ധ്യ പോകേ, അതിലോലമെന്നിടനാഴിയിൽ നിൻകള മധുരമം കാലൊച്ച കേട്ടു, മധുരമം കാലൊച്ച കേട്ടു. താങ്ക് യു സർ. താങ്ക് യു വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇന്ന് വളരെ മനോഹരമായി
അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ ചെയ്യാം അല്ലേ? അതിന്റെ പേര് ഒമ്പതായി. തീർച്ചയായും. അപ്പൊ ഇന്ന് പ്രത്യേകം ജോസഫ് സാറിന് ഉഷ മാമിനൊക്കെ പ്രത്യേകം നന്ദി. പാട്ടുപാടി എല്ലാവർക്കും ONVയെ ഓർത്തതിന് അതിനുള്ള വലിയൊരു അവസരം നമുക്ക് ലഭിച്ചു. പാട്ട് പറഞ്ഞാൽ പോലും അത്ര മധുരമാണ് അല്ലെ വാക്കുകൾക്ക്. പ്രത്യേകിച്ച് ആദ്യം തുടങ്ങിയ പാട്ടൊക്കെ എത്ര മനോഹരമാണ്. ഒരു വട്ടം കൂടി എന്ന ഓർമ്മകൾ ഒരിക്കലും മറക്കാനാവാത്ത വരികൾ സാർ. ഈ അടുത്ത കാലത്ത് നമ്മൾ സ്കൂളിൽ പോക്ക് കൂടുതലാ അല്ലെ? സ്കൂളിൽ പോയി അതെ, ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ സ്കൂളിലേക്ക് ഓടിപ്പോണം തോന്നും. പലപ്പോഴും അതിന്റെ ടൈറ്റിൽ തന്നെ ഒരു വട്ടം കൂടിയെന്നാ. എല്ലാ ടൈറ്റിലുകളും ഇടുന്നത് ഒരു വട്ടം കൂടിയെന്നും കൂടെ ചേർത്തിട്ടായിരിക്കും. 3 വാക്കുകൾ ആവർത്തിച്ച് വരുന്നുണ്ട് സാർ. നമ്മളൊക്കെ എപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ടത് വീണ്ടും വീണ്ടും വേണമെന്നും അതുപോലെ തന്നെ തിരിച്ചു പോകണമെന്നും മോഹിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്തോ സാർ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ചെയ്യാം. താങ്ക് യു. അപ്പൊ ഏകദേശം 9 മണിക്ക് അടുത്തായി. സി യു ആൻഡ് ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് മനോകുമാർ സാറിന്റെ എന്താ പറയുക നാച്ചുറൽ ലോസിനെ ബേസ് ആയിട്ടുള്ള ഒരു ക്ലാസ് പുതിയതായിട്ട് കേൾക്കാം. സോ താങ്ക് യു വൺസ് അഗെയിൻ. എല്ലാവരും പാട്ട് പഠിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലായി. അടുത്ത ആഴ്ച നമ്മള് പോരായികൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. സാറിനോട് പ്രത്യേകിച്ചും ക്ഷമയും ചോദിക്കുന്നു, നന്ദിയും പറയുന്നു. അതുപോലെ ജോസി സാറിന് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിന്റെ പേരിൽ നമ്മൾ എല്ലാവരും ഉള്ളതാണ്, എന്നാലും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു സാർ. താങ്ക് യു. എല്ലാവർക്കും പാട്ടുപാടി എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു ഓൾ ഓഫ് യു. അടുത്ത ആഴ്ച ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകൾ ഓൾറെഡി നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, പാട്ടിന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച ആയിരിക്കും കേട്ടോ. ഇഷ്ടംപോലെ മനോഹരമായ മറ്റു പാട്ടുകളുണ്ട്. അപ്പൊ അത് റെഡിയായി. ഓക്കെ, എല്ലാവരും പഠിച്ച് ഒരു മിനിമം ഒന്ന് ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഇതാക്കിയിടാം, PPT പോലെ ആക്കിയിടാം. അപ്പൊ പെട്ടെന്ന് അറ്റ്ലീസ്റ്റ് ലിറിക്സ് അങ്ങ് വായിക്കാൻ നമുക്ക് പറയാനെങ്കിലും തോന്നും, ഒന്ന് പഠിക്കാൻ. ഓക്കെ, അപ്പൊ സീ യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ആ ഗ്രൂപ്പിൽ ഞാനില്ലാന്ന് തോന്നുന്നു സാറേ. ഞാനില്ല. കിട്ടാറില്ല. ഇല്ലാത്തവരൊക്കെ എനിക്കൊന്ന് മെസ്സേജ് അയക്കൂ, ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. എനിക്കൊന്ന് മെസ്സേജ് അയക്കൂ. ശരി ശരി. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു.